നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. മുസ്ലിം വ്യക്തികളുടെ പ്രവേശനം നിരോധിക്കാൻ ജിം ഉടമയോട് നിർദ്ദേശിച്ച മധ്യപ്രദേശിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കടുത്ത വിമർശനത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കും ഇത് വഴിയൊരുക്കി. ജിമ്മിൽ മുസ്ലിങ്ങളെ വ്യായാമം ചെയ്യാൻ അനുവദിക്കുകയോ ട്രെയിനറായി നിയമിക്കുകയോ ചെയ്യരുതെന്ന് പരാമർശം നടത്തിയ സബ് ഇൻസ്പെക്ടർ ദിനേശ് ശർമ്മ എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ അയോധ്യ നഗർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു ദിനേശ്. വർഗീയ പരാമർശം നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെയൊപ്പം ബജ്രംഗ് ദൾ പ്രവർത്തകരും ഉണ്ടായിരുന്നു. പരാമർശം നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു മുസ്ലിമയുടെ വ്യായാമത്തിനായോ ട്രെയിനറായോ വരാൻ പോകുന്നില്ല എന്നാണ് ദിനേശ് ശർമ്മ പറഞ്ഞത്. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നു വന്നത്. ജിമ്മിൽ ട്രെയിനറായാലും മുസ്ലിങ്ങൾ വരുന്നതിനെതിരെ ബജ്രംഗ് ദൾ കുറച്ചു ദിവസം മുമ്പ് രംഗത്ത് വന്നിരുന്നു. തുടർന്ന് നഗരത്തിലെ ജിമ്മുകളിൽ പ്രവർത്തനം വ്യാപകമായി പരിശോധനയും നടത്തിയിരുന്നു. ഇതിൽ പരാതി ലഭിച്ചതോടെ പോലീസ് എത്തിയിരുന്നു. തുടർന്നുണ്ടായ ചർച്ചയ്ക്കിടെയാണ് ദിനേശ് ശർമ്മ ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തിയത്. സംസ്ഥാനത്തൊട്ടാകെ മുസ്ലിം ജിം ട്രെയിനർമാർക്കെതിരെ ബജ്രംഗ് ദൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം മതസ്ഥരായ ഒരു ജിം ട്രെയിനറും ഷൂട്ടിംഗ് പരിശീലനങ്ങൾ ഉൾപ്പെട്ട ചില കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് മതം നോക്കി ബഹിഷ്കരണത്തിനായി ബജ്രംഗ് ദൾ ഇറങ്ങിത്തിരിച്ചത്. BJP MP ആയ അലോക് ശർമ്മയും ഈ സംഭവത്തെ തുടർന്ന് വർഗീയ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. മുസ്ലിങ്ങളായ ജിം ട്രെയിനർമാരുടെ പട്ടിക തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട അലോക് ശർമ്മ സ്ത്രീകളെ സ്ത്രീകൾ മാത്രം പരിശീലിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. മുസ്ലിം മതസ്ഥരുടെ കടകൾ രാത്രി വൈകിയും തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനെതിരെയും MP രംഗത്ത് വന്നിരുന്നു.